ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം. ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്, പഴയവ കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയിലേക്ക് കടന്നു വരുന്നതായ ഒരു മനുഷ്യനുണ്ടാകുന്നതായ ഒരു മാറ്റമാണ് ഇന്നത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ ജീവിതം പഴയതായ ശൗൽ എന്ന ഒരു ജീവിതത്തിൽ നിന്ന് പൗലോസ് എന്നതായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതായ ഒരു അനുഗ്രഹത്തിൻ്റെ മാറ്റമൊക്കെ നമുക്ക് പരിശുദ്ധമായ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്തിനെതിരെ പ്രവർത്തിച്ചു ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നതായ ഒരു വലിയ മനോഭാവ മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളുമൊക്കെ ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി ചേർന്ന് നിന്നുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാനായിട്ട്, അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടൊക്കെ ഈ ചെറിയ ചിന്ത സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ.